തുടക്കകാലങ്ങളിൽ ബ്രിട്ടനിലെ പല ചിന്തകരും യുക്തിവാദത്തിനെതിരായിരുന്നു. അവർ അംഗീകരിച്ചിരുന്നത് അനുഭവവാദമായിരുന്നു, എംപിരിസിസം. അതായത് ഒരു മനുഷ്യന്റെ അറിവിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അനുഭവമാണ് എന്നാണ് അവർ വാദിച്ചിരുന്നത്. അനുഭവങ്ങളിലൂടെ മാത്രമേ ഒരു മനുഷ്യന് അറിവ് നേടാൻ സാധിക്കുകയുള്ളൂ എന്ന്. എന്നാൽ പിന്നീട് അവർ മനസ്സിലാക്കി, ഒരു മനുഷ്യന്റെ അറിവിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് യുക്തിയാണ് എന്ന്. എംപിരിസിസം, റാഷണലിസം. അനുഭവവാദവും യുക്തിവാദവും പരസ്പര പൂരകങ്ങൾ തന്നെയാണ്. ഇന്നും ആധുനിക ചിന്തകരിൽ പലരും ഇതിന് രണ്ടിനും തുല്യസ്ഥാനം തന്നെയാണ് നൽകിയിരിക്കുന്നത്. മനുഷ്യയുക്തിയുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്ന രീതിയെയാണ് യുക്തിവാദം എന്ന് പറയുന്നത്. ഊഹാപോഹങ്ങളില്ലാതെ വസ്തുനിഷ്ഠമായവ ഉപയോഗിച്ച് സത്യം കണ്ടെത്തുന്ന ചിന്താരീതിയാണ് യുക്തിചിന്ത എന്ന് പറയുന്നത്. യുക്തിവാദത്തെ രണ്ടായി തരംതിരിക്കാം: തീവ്രയുക്തിവാദം, മിതയുക്തിവാദം. തീവ്രയുക്തിവാദം എന്നാൽ ഇൻഡ്യൂഷനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് ചിന്തിക്കുന്ന രീതിയെയാണ് തീവ്രയുക്തിവാദം എന്ന് പറയുന്നത്. മിതയുക്തിവാദം എന്നാൽ താരതമ്യേന ഇൻഡ്യൂഷന് പ്രാധാന്യം കുറച്ചുകൊണ്ട് ചിന്തിക്കുന്ന രീതിയെയാണ് മിതയുക്തിവാദം എന്ന് പറയുന്നത്. പൊതുവെ യുക്തിവാദം എന്നാൽ നിരീശ്വരവാദം മാത്രമാണ് എന്നൊരു ചിന്തയുണ്ട്. നിരീശ്വരവാദം, എത്തീസം എന്നാൽ യുക്തിവാദത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്.